എല്ലാവർക്കും വിനീത നമസ്കാരം. അതിമഹത്തായ ഈ യാത്രാപ്രയോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ വേലപ്പൻ സാർ പുലാമന്തോൾ, ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനായ രഞ്ജിത്ത് സാർ കുന്നംകുളം, നമ്മളൊക്കെ ഈ പരിപാടിയിലേക്ക് വളരെ കൃത്യമായി സ്വാഗതം ചെയ്ത് സംസാരിച്ച ബഹുമാനായ അസീസ് സാർ ഏർവാദ്, അതുപോലെ നമ്മുടെ യാത്രാമംഗളങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ബഹുമാനായ സുഹൈൽ മാസ്റ്റർ പുള്ളന്നൂർ. സുഹൈൽ മാസ്റ്റർക്ക് യാത്രാ മംഗളങ്ങൾ നേർന്നുകൊണ്ട് സംസാരിക്കാനായിട്ട് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അവസാനം ഈ പരിപാടിക്ക് കൃതജ്ഞത അറിയിക്കുന്ന ബഹുമാനായ സലീം സാർ തേനാരി, അതുപോലെ തന്നെ ഈ മഴയെയും അവഗണിച്ചുകൊണ്ട് രാവിലെ തന്നെ തുടങ്ങിയ മഴയാണ്, ആ മഴയെയും അവഗണിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, യുവ സുഹൃത്തുക്കളെ, നമ്മുടെ ബഹുമാന്യനായ സുഹൈൽ മാസ്റ്റർ പുള്ളന്നൂർ അവറുകളെ യാത്രയപ്പ് നൽകുന്ന ഒരു യോഗത്തിലാണ് ഞാൻ നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് അക്കാഡമി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രം ഉള്ള ഒരു സംഘടനയാണ്. അതായത് വെറും 11 പേർ മാത്രം ഉൾക്കൊണ്ട ഒരു സംഘടനയാണ്. തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഈ 11 പേരും, അതിൽ നിന്നും ഒരാൾ പോലും ഈ സംഘടനയിൽ നിന്ന് പുറത്തു പോകാതെ വളരെ സൗഹാർദ്ദത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും പ്രവർത്തിച്ചു വരികയാണ്. അതുപോലെ തന്നെ ഈ അക്കാഡമി ആരംഭിച്ചിട്ട് വെറും 3 വർഷം തികയുമ്പോൾ കേരളത്തിനകത്തും പുറത്തും പേരും പ്രശസ്തിയും ആർജിച്ച ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ്. കാരണം അതിന്റെ പ്രവർത്തന രീതി തന്നെയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറും ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. നമ്മളൊക്കെ ഇതുപോലുള്ള ഒരുപാട് സംഘടനകളിലൊക്കെ നമ്മൾ അംഗമാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വാട്സപ്പിന്റെ പുതിയ വേർഷൻ അനുസരിച്ച് ഒരു ഗ്രൂപ്പില് 250 ആളുകൾ മാത്രമാണ് അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. 250-ൽ കൂടുതൽ ആളുകൾ വന്നാൽ അടുത്ത ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അതായത് മാക്സിമം ഒരു ഗ്രൂപ്പിൽ 250 ആളുകൾ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് പല ഗ്രൂപ്പുകളും, നമ്മൾ അംഗമായിട്ടുള്ള പല ഗ്രൂപ്പുകളും ഇന്ന് 250ഓളം അംഗങ്ങളുള്ള ഗ്രൂപ്പുകളാണ്. എന്നാൽ ആ ഗ്രൂപ്പുകളിലൊക്കെ നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ 3 or 4 അല്ലെങ്കിൽ 5 ആളുകളായിരിക്കും മാക്സിമം അതിന് അഡ്മിൻ സ്ഥാനത്ത് ഉണ്ടാകാറുള്ളത്. ബാക്കിയുള്ളവരൊക്കെ സാധാരണ അംഗങ്ങൾ മാത്രമാണ്. എന്നാൽ നമ്മുടെ ഈ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 11 പേരാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. ഈ 11 പേരും അഡ്മിന്മാരാണ് എന്നുള്ളതാണ്. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ എല്ലാ അംഗങ്ങൾക്കും അഡ്മിൻ സ്ഥാനം അലങ്കരിക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ചുള്ള ഈ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബഹുമാന്യനായ സുഹൈൽ മാസ്റ്റർ ഈ കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മുടെ ഗ്രൂപ്പിനെ നയിച്ച ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് വിനീതനായ ഈ ഞാനും നമ്മുടെ ബഹുമാനായ രഞ്ജിത്ത് സാറും അതുപോലെ തന്നെ യൂസഫ് സാറും ഒക്കെ തന്നെ ഈ ഗ്രൂപ്പിനെ നയിച്ചവരാണ്. അപ്പൊ ഒരു ഗ്രൂപ്പിനെ ഒരു മാസം നയിച്ച് അദ്ദേഹം ആ അഡ്മിൻ സ്ഥാനം രാജിവെക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു യാത്രയപ്പ് നൽകുക പതിവാണ്. അങ്ങനെ കഴിഞ്ഞ മാസം ഈ ഗ്രൂപ്പിനെ ഒരു മാസക്കാലം വളരെ നല്ല രീതിയിൽ നയിച്ച നമ്മുടെ ബഹുമാന്യനായ സുഹൈൽ സാറിന് യാത്രയപ്പ് നൽകുന്ന ഒരു പരിപാടിയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഈ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻ സ്ഥാനത്തേക്ക് വരുന്ന ആ വ്യക്തിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് വാട്സാപ്പ് ഗ്രൂപ്പ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഈ വിനീതനായ ഞാനും ബഹുമാനായ രഞ്ജിത്ത് സാറും യൂസഫ് സാറും ഇതിനു മുമ്പ് അഡ്മിൻ സ്ഥാനം അലങ്കരിക്കുകയുണ്ടായി. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പുതുമകളും മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ
തരുന്ന രീതിയിലുള്ള, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ സുഹൈൽ മാസ്റ്ററിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെയേറെ പുതുമകൾ കൊണ്ടുവന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ടാസ്കിൽ. അതില് ഉദാഹരണമായിട്ട് പറയുന്നത്, അദ്ദേഹം ആദ്യമായിട്ട് കൊണ്ടുവന്ന ടാസ്ക് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസംഗമായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ പ്രസംഗമാണ് ഗ്രൂപ്പിലൂടെ നടത്താൻ പോകുന്നത് എന്നറിയിച്ചപ്പോൾ തന്നെ ഗ്രൂപ്പിലുള്ള ഈ ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ, ഭൂരിഭാഗം ആളുകൾ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കാനുണ്ടായത്. കാരണം സാധാരണയായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആകുമ്പോൾ അതില് പല ജാതിയിൽപ്പെട്ട ആളുകളുണ്ടാവും, പല മതത്തിൽപ്പെട്ട ആളുകളുണ്ടാവും, പല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും, പല മതസംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഏകോപിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അല്പം ശ്രമകരമായ കാര്യമാണ്. കാരണം എപ്പോഴും ഞാൻ പ്രവർത്തിക്കുന്ന സംഘടന അല്ലെങ്കിൽ ഞാൻ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്ന മേഖല എനിക്ക് വലുതായിരിക്കും. അതിനെ ഒരാളെ കുറ്റം പറയുകയോ മോശമായ രീതിയിൽ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയില്ല എന്നുള്ളതാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രസംഗം ഗ്രൂപ്പിൽ വരുമ്പോൾ അത് മറ്റുള്ളവർ എങ്ങനെ നോക്കി കാണും, അതിനെ മറ്റുള്ളവർ എങ്ങനെ പ്രതികരിക്കും. കാരണം ഞാൻ പറഞ്ഞു, പല രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ 11 ആളുകളുണ്ടെങ്കിൽ ഈ 11 പേരും 11 രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കാം. കാരണം ഇന്ന് കേരളത്തിലെ ഒരുപാട് രാഷ്ട്രീയ സംഘടനകളുണ്ട്. അപ്പോ ഞാൻ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ഒരു വാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയമോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൗഹൃദത്തിന് വിള്ളൽ ഏർപ്പെടുമെന്നുള്ളതാണ്. ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രസംഗങ്ങളെ ഗ്രൂപ്പിൽ വേണ്ട എന്ന് ആദ്യമേ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മതസംഘടനകളിൽപ്പെട്ട പ്രസംഗങ്ങളും പാടില്ല എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സുഹൈൽ മാസ്റ്റർ അത്തരത്തിലൊരു പ്രസംഗം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർക്കുക അല്ലെങ്കിൽ അതിനോട് വിപരീതമായിട്ടുള്ള മനോഭാവം പ്രകടിപ്പിക്കുക എന്നുള്ളത് സാധാരണമാണ്. ഉടനെ അദ്ദേഹം അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രവർത്തന അല്ലെങ്കിൽ പ്രസംഗ രീതി അദ്ദേഹം ഇവിടെ കാണിക്കുകയുണ്ടായി. അതായത് നമ്മളൊരു പാർട്ടിയെയും കുറ്റം പറയാൻ പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു രാഷ്ട്രീയ വേദിയിൽ, രാഷ്ട്രീയ സംഘടനയുടെ ഒരു വേദിയിൽ നമുക്ക് 2 വാക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ അത് എങ്ങനെ പ്രസംഗിക്കണം എന്നുള്ള ഒരു പരിശീലനം മാത്രമായിട്ട് ഇതിനെ കാണുക. അതുപോലെ തന്നെ നാം സംസാരിക്കാൻ പോകുന്ന ഈ രാഷ്ട്രീയ സംഘടന എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഘടനയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും മറ്റു രാഷ്ട്രീയ സംഘടനയിൽ ചേർന്ന അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ചേർന്ന ആരെയും പേരെടുത്ത് കുറ്റം പറയുകയോ അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം അദ്ദേഹം നൽകുകയുണ്ടായി. അപ്പൊ തീർച്ചയായും അത് മറ്റുള്ളവരൊക്കെ സ്വാഗതം ചെയ്യാനുണ്ടായത്. തീർച്ചയായിട്ടും നമ്മളൊക്കെ പ്രസംഗം പരിശീലിക്കുന്നവരാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രാഷ്ട്രീയ പരിപാടിയുടെ ഒരു വേദിയിൽ നമുക്ക് 2 വാക്ക് സംസാരിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് സംസാരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിനുള്ള ഒരു പരിശീലനം നമുക്ക് നേടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആ ടാസ്കിനെ, അദ്ദേഹം കൊണ്ടുവന്ന ആ ടാസ്കിനെ എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിക്കാനുണ്ടായത്. അദ്ദേഹത്തിന്റെ ആശയം അത്ര നല്ല ഒരു ആശയമായിരുന്നു. ഒരു പാർട്ടിക്കാരെയും കുറ്റം പറയാത്ത അല്ലെങ്കിൽ പേരെടുത്ത് പറഞ്ഞ് മോശമായ രീതിയിൽ സംസാരിക്കാത്ത രീതിയിൽ പ്രസംഗിക്കണമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയും അതിനോട് എല്ലാവരും യോജിച്ചു പോവുകയും ആ ടാസ്ക് വളരെ വിജയകരമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഒരു രാഷ്ട്രീയ സംഘടനയിൽ ഒരു പ്രസിഡന്റ് സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെ പ്രസംഗിക്കണം, ഒരു സെക്രട്ടറി എങ്ങനെ പ്രസംഗിക്കണം, ഒരു ആശംസാ പ്രാസംഗികൻ എങ്ങനെ പ്രസംഗിക്കണം, അതുപോലെ തന്നെ ഒരു നന്ദി പ്രഭാഷകൻ എങ്ങനെ പ്രസംഗിക്കണം, എങ്ങനെ റിപ്പോർട്ട് അവതരിപ്പിക്കണം എന്നുള്ള ഒരു നല്ലൊരു പുതുമ തന്നെയായിരുന്നു. എല്ലാവരും എതിർത്തെങ്കിലും അദ്ദേഹത്തിന്റെ ആശയം കേട്ടപ്പോൾ എല്ലാവർക്കും പൂർണ്ണ സമ്മതമാണ് ഉണ്ടായത്. അങ്ങനെ ആ ടാസ്കിൽ എല്ലാവരും വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയും അതിനുശേഷം അതേ പരിപാടി അദ്ദേഹം ഗൂഗിൾ മീറ്റിലൂടെയും സംഘടിപ്പിക്കുകയുണ്ടായി. എല്ലാം കൊണ്ടും വമ്പിച്ച വിജയമായിരുന്നു അദ്ദേഹത്തിന്റെ ടാസ്ക് എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം 2 ടാസ്ക് കൂടെ കൊണ്ടുവന്നു. അതും വളരെ വിജയകരമായിരുന്നു. നല്ല ആശയങ്ങളാണ് അദ്ദേഹത്തിന്റെ ഉള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ
മറ്റുള്ളവർക്ക് പഠിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരു വ്യക്തി ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻ സ്ഥാനത്തേക്ക് വരുമ്പോൾ, ഉദാഹരണത്തിന് ഞാൻ വരികയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ അറിവുകളുണ്ടോ അതൊക്കെ ഗ്രൂപ്പിലൂടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ രീതിയിൽ സുഹൈൽ മാസ്റ്റർ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം നേരത്തെ തന്നെ നല്ലൊരു ട്രെയിനറാണ്, അദ്ദേഹം ഒരു അധ്യാപകനാണ്, അതുപോലെ തന്നെ അദ്ദേഹം രാഷ്ട്രീയ സംഘടനകളൊക്കെ പ്രവർത്തിച്ച് നല്ല പരിചയസമ്പന്നനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആശയങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്നും കിട്ടി എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ഇന്ന് യാത്രയാക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഇനിയും ആളുകൾ ഇവിടെ പ്രസംഗിക്കാനായിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ബഹുമാന്യനായ സുഹൈൽ മാസ്റ്റർ പുള്ളന്നൂർ അവറുകളെ യാത്രാമംഗളങ്ങൾ നേർന്നുകൊണ്ട് ഇനിയും അദ്ദേഹത്തിന്റെ ഈ ടാസ്ക് ഒരു റൗണ്ട് പൂർത്തിയായി അടുത്ത ടാസ്ക് എത്രയും വേഗം വരണമെന്നും അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് എന്നും അതൊക്കെ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിന് ഞാൻ യാത്രാമംഗളങ്ങൾ നേർന്നുകൊണ്ട് എനിക്കിവിടെ സംസാരിക്കാൻ അവസരപ്പെടുത്തി തന്ന ഇതിന്റെ പ്രവർത്തകരോട് ഞാൻ എന്റെ നന്ദിയും സന്തോഷം അറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. അതുപോലെ തന്നെ എന്നെ ഇതുവരെ ശ്രമിച്ച നിങ്ങൾക്കൊക്കെ ഞാൻ എന്റെ സന്തോഷവും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.